ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ഗുരുവിന്റെ ദർശനങ്ങളെ വെച്ചുകൊണ്ട് തന്നെ മാത്രം മതി അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോ നമ്മൾക്ക് തേടി നടക്കേണ്ട ആവശ്യമില്ല. ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2024 കേരളത്തിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ജയത്തിന് എൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കും. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഞാൻ വന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവരുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ ഞാൻ പ്രവർത്തിച്ചു. ഇതിൻ്റെ ഒക്കെ അത്രയും വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത എൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണക്കുകളുണ്ട്. ആ സമയത്ത് കൂടി എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ ഇവിടെ ആകാംക്ഷാപൂർവ്വം നിങ്ങളോട് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് ഇതിനെപ്പറ്റി ഞാൻ പറയാം. കാരണം എൻ്റെ ലൈൻ, ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പ്രോഗ്രാംസും അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷം ഞാൻ ഈ കേരള BJPയിൽ വർക്ക് ചെയ്തതിന് ശേഷം അത് എനിക്ക് സാധിച്ചില്ല. എൻ്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ചില തീരുമാനങ്ങൾ എടുത്തു. അത് ഇന്നലെ ഞാൻ കിട്ടുന്ന ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനയിൽ ഞാനൊരു തീരുമാനം, അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. നന്ദിലത്ത് ജിമാട്ടിൽ ഷോപ്പിംഗിന് സൂപ്പർ ഹിറ്റ്.